കേവലം ഒരു മാർക്സിസ്റ്റ് പാർട്ടിയെയോ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ മാത്രം ബാധിക്കുന്നതല്ല. ഇത് കേരളത്തിലെ മുഴുവൻ ക്രമസമാധാനത്തെയും ബാധിക്കുന്നതാണ്. സാധാരണ നമ്മൾ കേരളത്തിൽ പല സിനിമകളും കണ്ടിട്ടുണ്ട്. ആ സിനിമകളിൽ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ ഭരണ നേതൃത്വവും അധോലോകക്കാരുമായിട്ട് ബന്ധം പുലർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിൽ മാത്രമാണ് കണ്ടത്. പക്ഷേ അധികാരം ഇവിടെ സർക്കാരും അധോലോകവും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങളിലൂടെ കാണുകയാണ്. സത്യത്തിൽ ഇന്ന് കേരളത്തിലെ പോലീസ് ഒരു അധോലോക സംഘമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. അധോലോകം പുറത്തല്ല, പോലീസിനകത്താണ് എന്ന് അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ഈ അൻവറിൻ്റെ MLA-യുടെ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മുടെ എന്തൊക്കെ ആരോപണങ്ങളാണ്, ഞാൻ അതിൽ ദീർഘമായി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ADGP-യെ മാറ്റിയാൽ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും. അതുകൊണ്ട് ADGP-യെ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ADGP-യെ സംരക്ഷിച്ചാൽ മാത്രമേ തൻ്റെ കസേര നിലനിർത്താൻ സാധിക്കൂ എന്ന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, BJP നേരത്തെ ഉന്നയിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു മാഫിയ താവള. അതുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാനത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നം ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അധോലോകം പുറത്തല്ല, പോലീസിനകത്താണ്. ഒരു സാധാരണ അധോലോക സംഘം പോലും ചെയ്യാൻ അറക്കുന്നതാണ് പോലീസ് മേധാവികൾ ചെയ്തത് എന്നാണ് അൻവർ പറയുന്നത്. ADGP-ക്കെതിരായി മാത്രമല്ല, നിരവധി ജില്ലാ പോലീസ് മേധാവികൾക്കെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. എനിക്ക് കേൾക്കുന്നു, ഇത് കേരളത്തിൽ മുഴുവൻ തന്നെ ഒരു വലിയ റാക്കറ്റായിട്ട്, പോലീസിനകത്ത് വലിയ റാക്കറ്റ് തന്നെ, അധോലോക ബന്ധമുള്ള വലിയ റാക്കറ്റ് തന്നെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമോ അല്ലെങ്കിൽ LDF-ന്റെ ആഭ്യന്തര പ്രശ്നമോ അല്ല. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ നീതിപൂർവമായ അന്വേഷണം അനിവാര്യമാണ്, ആവശ്യമാണ്. അത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്.